ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു വെട്ട് കേക്കിന്റെ റെസിപ്പിയാണ്. കുറെ ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഓർക്കും ഇത് വീഡിയോ ചെയ്തിടാന്ന്, പിന്നെ അങ്ങ് മറന്നു പോകുന്നതാണ്. നമുക്ക് നല്ല രീതിയിലുള്ള വെട്ട് കേക്ക്, ഇത് ശരിക്കും പറഞ്ഞാല് ഹോസ്റ്റലിലൊക്കെ പോകുമ്പോഴായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. കുറെ ദിവസം ഇങ്ങനെ ഇരിക്കും, നമുക്കത് കേടുകൂടാതെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാൽ ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് വെട്ട് കേക്ക്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എത്ര ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാന്നുള്ളതിന്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. വേഗം നമുക്ക് നല്ലൊരു വെട്ട് കേക്ക് റെഡിയാക്കാം. അപ്പൊ നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. മൈദ എടുത്ത് വെച്ചിരിക്കുന്നത് 1 kg ആണ്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട, 8 മുട്ട വേണം. പിന്നെ വേണ്ടത് പഞ്ചസാര 500 gram ആണ്. ഉപ്പ് 1.5, ഉപ്പ് ഇത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ, അത് 1.5 ടീസ്പൂൺ ആണ്. ഉപ്പ് 15 grams ആണ്. ഇത്രയാണ് നമുക്ക് നമ്മുടെ വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. വെട്ട് കേക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ, എനിക്കിഷ്ടമാണേ. ഇവിടെ സാധാരണ കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർക്കും ഇങ്ങനെ ചോദിച്ച് മേടിക്കാറുള്ള ഒരു ഐറ്റമാണ് വെട്ട് കേക്ക്. ഞാൻ വലിയൊരു പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളമായി ഒന്നും പാടില്ല. അതിനകത്തേക്ക് നമുക്ക് 8 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. മുട്ടയൊന്ന് പൊട്ടിച്ചിടട്ടെ. 8 മുട്ട ഇവിടെ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഇത് ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഞാൻ പൊടിക്കാതെയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മളിത് നന്നായിട്ട് മുട്ട പതഞ്ഞു വരുവാൻ വേണം. ഷുഗർ നമ്മൾ പൊടിക്കാതെയാണ് ഇട്ടത്, അത് നന്നായിട്ട് ഇതിനകത്ത് മെൽറ്റ് ആകുകയും വേണം. ഈ സമയം വേണമെങ്കിൽ നമുക്ക് കുറച്ച് യെല്ലോ കളറ് ചേർക്കാം. ഞാൻ പക്ഷെ കളറ് ചേർക്കുന്നില്ല. നമുക്ക് വെട്ട് കേക്കിന് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു കളറൊക്കെ വരില്ലേ, അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു തുള്ളി യെല്ലോ കളർ ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഉപ്പും സോഡ പൗഡറും ഒക്കെ ഇട്ട് എന്താ വെച്ചാൽ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിന് മിക്സിങ് കറക്റ്റ് ആയില്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ വേവാത്തതുപോലെ ഡോട്ട് പോലെയൊക്കെ വരും നമ്മുടെ വെട്ട് കേക്കിന്. അങ്ങനെയൊന്നും ആവാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മുട്ട പതഞ്ഞ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കുവാണ് നല്ലത്. അപ്പൊ കട്ടയൊക്കെ കെട്ടാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഈ മുട്ടയുടെ പഞ്ചസാരയുടെ ഈ മിക്സിൽ തന്നെ കിടന്നാണ് നമ്മുടെ മൈദ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമില് ചിലപ്പോൾ മുട്ടയുടെ വെള്ളയുടെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ ലൂസ് പോലെ നമുക്ക് തോന്നുവാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ, അധികമൊന്നും ഇടല്ലേ, ഭയങ്കര കട്ടിയായി പോകരുത്, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് ആയിരിക്കും. ചില സമയത്ത് നമുക്ക് മുട്ടയ്ക്ക് ഓരോ നല്ല വലിപ്പമുള്ള മുട്ടയൊക്കെ ആണെങ്കിലേ ചിലപ്പോൾ മുട്ടയുടെ വെള്ളം കൂടുതലുണ്ടാവും.
ഇതിപ്പോ കറക്റ്റ് പാകത്തിന് എനിക്ക് റെഡിയായി വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കുഴച്ച് നമ്മൾ കട്ട് ചെയ്താണ് ഇതെടുക്കേണ്ടത്. ഇനി ഞാൻ കൈ വെച്ചാണ് കുഴയ്ക്കാൻ പോകുന്നത്. കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കണം. നമ്മുടെ വെട്ട് കേക്കിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിക്സ് ആണ്. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തി എടുക്കണം. നല്ല കനത്തിൽ വേണം പരത്താന്. കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കത് പരത്തി എടുക്കാം. നമുക്ക് പരത്താനുള്ളിടത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഈ റോളറിൽ ഒന്ന് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ഇതാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് കനം കുറഞ്ഞു പോകരുതേ. ഇങ്ങനെ ഞാനിത് കംപ്ലീറ്റ് പരത്തി കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് പീസാക്കി ഓരോന്നും കട്ട് ചെയ്തിട്ട് കാണിക്കാവേ, എന്നിട്ട് പറയാവേ. ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാം പീസാക്കി എടുക്കണം. അങ്ങനെ ഓരോന്നും ക്രോസ് ആക്കി കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ദാ ഈ ഒരു കനം ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ സൈഡിലൊന്ന് കട്ട് ചെയ്ത നമ്മൾ വെട്ടേക്കിനൊക്കെ കാണത്തില്ലേ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നത്, അതുപോലെ വരാൻ വേണ്ടിയിട്ട് ഇതാ വിടിയിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. എല്ലാ പീസും നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കണം. എന്നിട്ട് വേണം എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനിടാന്. വളരെ ഈസി അല്ലേ? ഇതുവരെ ഈസി അല്ലേ? നിങ്ങൾ പറ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിൽ നേരത്തെ ചൂടാവാൻ വെച്ചിരുന്നു. നന്നായിട്ട് ഓയിൽ ചൂടാകണം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അതിന്റെ ഉൾഭാഗം വേവത്തില്ല. ഞാൻ ആദ്യം ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അത് തനിയെ പൊങ്ങി വേർത്ത് ഒക്കെ റെഡിയായി വരും. ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കാരണം ഇത് വലുതാവുമ്പോഴത്തേക്കും ഫ്രൈ ആയി എടുക്കാൻ അന്നേരം അതിന് സ്ഥലം ഇല്ലാണ്ട് വരും. അപ്പൊ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ പതിയെ ഓരോന്ന് പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം എടുത്ത് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനേ. വേഗന്ന് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പൊ അതിന്റെ ഉൾഭാഗം വേകാതെ വരും. ഇതുണ്ട്, വീർത്ത് വരുന്നുണ്ട്. ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, നന്നായിട്ട് മൂത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ലാസ്റ്റ് വണ്ണും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എല്ലാം റെഡിയായി. നല്ല മൂത്ത് എത്ര വേണമെന്ന് നോക്കിക്കാൻ നമുക്ക് നല്ലൊരു എന്തോരം കിട്ടും. ചെറിയൊരു ഇതിൽ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് കേടാവത്തൊന്നുമില്ല. കുറച്ച് ദിവസമൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്.
അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.